ഇത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന 2 ഓൺലൈൻ ടൂൾസാണ്. ഒന്ന് ഗൂഗിൾ കൊളാബും 2 ആമസോണിൻ്റെ സേജ് മേക്കറും കേട്ടോ. ഇത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പവർഫുള്ളായിട്ട് സിസ്റ്റം വേണം അല്ലേ. അതായത് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും അതിനൊരു കാര്യത്തിനൊക്കെ നമ്മൾക്ക് ട്രെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്, അതായത് ഡേറ്റ ട്രെയിൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പ്രോസസ്സർ ഉള്ള ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കൂടാതെ ഇനിയിപ്പോൾ നമ്മളിതിൽ ക്ലൗഡിൽ തന്നെ അത് അങ്ങനെ സംഭവം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും ഒരുപാട് പൈസ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, 2 ഓൺലൈൻ ടൂൾസാണ്. പൈത്തൺ റൺ ചെയ്യാൻ വേണ്ടിയുള്ള 2 ഓൺലൈൻ ടൂൾസാണ്. ഒന്ന് ഗൂഗിൾ കൊളാബും 2 സേജ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ടൂളും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആമസോണിൻ്റെയാണ്, ഇത് ഗൂഗിളിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യണം നമുക്ക് നോക്കാം. അതായത് ആദ്യം തന്നെ നമുക്കിപ്പോൾ ഈ ഗൂഗിൾ കൊളാബ് എന്നുള്ള ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ colab.research.google.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ്, ജിമെയിൽ അഡ്രസ്സും പാസ്വേഡ് യൂസ് ചെയ്താൽ നമുക്കതിൽ കിട്ടും. അതിനുശേഷം നമുക്കിതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ നോട്ട്ബുക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, എനിക്കുള്ള ഒരു പ്രൊജക്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തേക്കണ ഏതെങ്കിലും പ്രൊജക്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തേക്കണം ഇപ്പോൾ ഈ ഒരു സ്റ്റേബിൾ ഡിഫ്യൂഷൻ്റെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ടോട്ടോയ്സ് TTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ചിൻ്റെ ഒരു വോയിസ് ക്ലോണിങ്ങിൻ്റെ ഒരു ഇതാണ്, അതോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലങ്ങനെ ഒരുപാട് പ്രൊജക്റ്റ്, അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലൗഡ് മെഷീനിലോ പോലും നമുക്കിത് റൺ ചെയ്യാൻ ഒരുപാട് പൈസ വരുന്ന സാധനമാണ് നമുക്ക് ഗൂഗിൾ കൊളാബ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വ്യൂ റിസോഴ്സ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ GPU നമ്മളിതിൽ എനേബിൾഡ് ആയിരിക്കണം. മെഷീൻ ലേണിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GPU നമുക്കിവിടെ കിട്ടും കണ്ടോ. GPU കിട്ടും, അത് നമ്മൾക്ക് എനേബിൾഡ് ആക്കിയിട്ടുണ്ടാവണം. അത് എനേബിൾ ആക്കിയ ശേഷം കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ AI പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ML പ്രൊജക്റ്റുകളോ നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഗൂഗിൾ കൊളാബ്സിൽ നമ്മൾ GPU എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് GPU റാം കിട്ടി കേട്ടോ. GPU നമുക്കിതിൽ കിട്ടി, അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം റാമും കിട്ടി, സ്പേസും നമുക്ക് കിട്ടി. ഇനി നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഒരു ML പ്രൊജക്റ്റാണത്, ആ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഗൂഗിൾ കൊളാബ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒരു 1-2 GPU ആണ് നമ്മൾക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുള്ള സെഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിന്നീട് നമുക്ക് GPU അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. പക്ഷേ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനായിട്ടും ചെയ്ത് നോക്കാനൊക്കെ വളരെയധികം ഈ ഒരു സാധനം യൂസ്ഫുള്ളാണ്. തന്നെ സേജ് മേക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് അവർ ആക്സസ് തന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, studio.sagemaker.aws ഇതാണ് എൻ്റെ ലിങ്ക്. ഈ ഒരു ലിങ്കിൽ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ പോയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ഫ്രീ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നിങ്ങളിത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു മെയിൽ വരും. അതിൽ നിങ്ങൾക്ക് മെയിൽ രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്ത ശേഷം അത് കുറച്ച് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ അവർ അപ്രൂവൽ തരും നമുക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ലോഗിൻ ചെയ്താലാണ് നമുക്കത് കിട്ടത്തുള്ളൂ. ഗൂഗിൾ കൊളാബിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പൈത്തൺ മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റുകൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ നമ്മൾ ലോഗിൻ ചെയ്തുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ സംഭവം കിട്ടും. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് റൺ ടൈം കൊടുക്കണം. അതായത് ഏതാണ്, അതായത് നമുക്ക് GPU ആണെങ്കിൽ നമുക്ക് 8 hours വരെയാണ് നമുക്ക് അടുപ്പിച്ച സാധനത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രീ ആയിട്ട്. നമ്മളിപ്പോൾ ആ ഒരു CPU നമുക്ക് ഇത് ചെയ്തു. അതിനുശേഷം നമ്മൾ GPU ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അതായത് നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് റൺ ടൈം കൊടുത്താൽ മതി. ഇനി ഓപ്പൺ പ്രൊജക്റ്റും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് ഓപ്പൺ ആവും. അതിൽ നമുക്ക് വേണ്ട പ്രൊജക്റ്റുകൾ, പൈത്തൺ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് അതിൽ റൺ ചെയ്യാനും പറ്റുകയും ചെയ്യും കണ്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്കിതിൽ ഓപ്പൺ ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ആ റൺ ടൈം സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം റൺ ടൈമിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ടൈം നമുക്ക് ലിമിറ്റ് 12 hours നമ്മൾക്ക് സാധാരണ CPU-നുള്ളത്. അതുപോലെ GPU-നുള്ളത് 8 hours നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ GPU ഇങ്ങനെ സ്വിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് റൺ ടൈം കൊടുക്കാം. നമ്മുടെ മെഷീൻ ലേണിങ്ങിന് വേണ്ട പ്രൊജക്ട്സ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഓൺലൈൻ ടൂൾസാണ്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന ഗൂഗിൾ കൊളാബും 2 സേജ് മേക്കറും, ആമസോണിൻ്റെ സേജ് മേക്കറും. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ നമുക്ക് ഗൂഗിൾ കൊളാബിൽ നമുക്ക് 12 GB റാം ഉണ്ട്, അതുപോലെ 15 GB GPU ഉണ്ട്, അതുപോലെ ഡിസ്കും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു GPU നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന സംഭവം നമുക്ക് മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപാട് മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കാവില്ല, പെർഫെക്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല.
ഈ 2 ടൂൾസ് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് മെഷീൻ ലേണിംഗ് പ്രോജക്റ്റുകൾ റൺ ചെയ്യാനായിട്ട്. എന്തായാലും ഗൂഗിൾ കൊളാബ് എന്താണെന്നുള്ളതും അതുപോലെ സേജ് മേക്കർ സ്റ്റുഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ.